നമസ്കാരം. ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്തകളിലൂടെ കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് ധർണ നടത്തി. അംഗീകൃത വയറിംഗ് തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുക, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പിൽ സുരക്ഷാ ആപ്പിൽ പെർമിറ്റുകളുടെയും ലൈസൻസുകളും അപ്ഡേറ്റ് ചെയ്യുന്നതിലെ കാലതാമസം ഒഴിവാക്കുക, അംഗീകൃത വയറിംഗ് തൊഴിലാളികൾക്ക് തനത് ക്ഷേമനിധി അനുവദിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ എം വിൻസെൻ്റ് MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് T. അനിൽകുമാർ, ജനറൽ സെക്രട്ടറി V. ഗോപകുമാരൻ നായർ, ട്രഷറർ K. P. രമേശൻ എന്നിവർ നേതൃത്വം നൽകി. തോമസ് K. കുര്യാക്കോസ്, പ്രശോഭ്, P. R. ചന്ദ്രൻ, A. K. ചന്ദ്രൻ നായർ, സുരേഷ്, ഷാനവാസ് ഖാൻ, K. P. ബാബു, പന്തളത്ത് മുരളി, M. K. രാജപ്പൻ, C. T. ലാൻസർ എന്നിവർ പങ്കെടുത്തു. KWSA जिंदाबाद, इनकलाब जिंदाबाद, इनकलाब जिंदाबाद, जिंदाबाद, धरना जिंदाबाद, धरना जिंदाबाद, धरना जिंदाबाद, धरना जिंदाबाद, नैपथ्य जिंदाबाद, नैपथ्य जिंदाबाद. അവകാശങ്ങൾ നേടിയവരാണ്, അവകാശങ്ങൾ നേടിയവരാണ്, അവകാശങ്ങൾ നേടിയവരാണ്, അവകാശങ്ങൾ നേടിയവരാണ്, അവകാശങ്ങൾ തന്നില്ലെങ്കിൽ, അവകാശങ്ങൾ തന്നില്ലെങ്കിൽ സമരവുമായി, സമരവുമായി മുന്നോട്ട്, സമരവുമായി മുന്നോട്ട്. 1980 മുതൽ എറണാകുളം ആസ്ഥാനമാക്കി സംസ്ഥാന വ്യാപകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ഈ സംഘടന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രളയകാലത്തും അതുപോലെ തന്നെ കോവിഡ് ബാധിതമായിട്ടുള്ള സമയങ്ങളിലും ഒക്കെ തന്നെ സംഘടന മുന്നിട്ടിറങ്ങി ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തി. അതുപോലെ തന്നെ ഇന്ന് ഇപ്പോൾ ഈ വയറിംഗ് തൊഴിലാളികളുടെ അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കടന്നുകയറ്റം. അതുപോലെ തന്നെ KSEB-യിൽ നമുക്ക് ലൈസൻസുള്ള തൊഴിലാളിക്ക് ആ തൊഴിലെടുക്കുന്നതിനുള്ള അവസരം നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ തന്നെയാണ്. സാമൂഹ്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് നിങ്ങളുടേത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പ്രളയകാലത്ത് തകർന്നുപോയ വീടുകൾ, നശിച്ചുപോയ വയറിങ്ങുകൾ, ഇതെല്ലാം സൗജന്യമായി അതെല്ലാം തിരികെ സ്ഥാപിച്ചു നൽകിയിട്ടുള്ള നിങ്ങളുടെ സേവനങ്ങൾ തീർച്ചയായും സമൂഹം എല്ലാ കാലത്തും വിലമതിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അസോസിയേഷൻ കേരളത്തിലെ സമ്പൂർണ്ണ വൈദികരണം എന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ പരിപാടിയുമായി നിങ്ങൾ നടത്തിയിട്ടുള്ള സഹകരണങ്ങൾ, സമ്പൂർണ്ണ വൈദികരണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും സൗജന്യമായി തന്നെ ധാരാളം സേവനങ്ങൾ നൽകിയിട്ടുള്ളതാണ്. KWSA-യുടെ ഈ ധർണാ സമരത്തിൽ പങ്കെടുത്ത എല്ലാ വയറിംഗ് തൊഴിലാളി സുഹൃത്തുക്കൾക്കും എല്ലാവിധ കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് ധർണ നടത്തി. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക തിരിച്ചു നൽകുക, 12ാം ശമ്പള കമ്മീഷനെ നിയമിക്കുക, 18% DA അനുവദിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. പ്രസിഡന്റ് P. മൊയ്തീൻ മാസ്റ്റർ അധ്യക്ഷനായ ധർണയിൽ ജനറൽ സെക്രട്ടറി G. രവീന്ദ്രൻ നായർ സ്വാഗതവും ട്രഷറർ K. സുധാകരൻ നന്ദിയും പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ധർണ ഉദ്ഘാടനം ചെയ്തു. M. വിൻസെൻ്റ് MLA, ശരത്ചന്ദ്ര പ്രസാദ്, കല്ലട NP പിള്ള, വസുമതി G. നായർ, M. സലാഹുദ്ദീൻ, P. കോയക്കുട്ടി മാസ്റ്റർ, KR ജനാർദ്ദനൻ പിള്ള എന്നിവർ നേതൃത്വം നൽകി. ഈ ദൗത്യം നമ്മളിവിടെ നടത്തുന്നത് ആദ്യമായിട്ടല്ല, നമുക്കറിയാം. കേരളത്തിന്റെ ഭരണസിരാകേന്ദ്രത്തിൽ ഇതിനു മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരേ ഒരു ചോദ്യം മാത്രമേ ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളൂ. കേരളത്തിന്റെ ഈ ഭരണസിരാകേന്ദ്രം ഇപ്പോ നയിക്കുന്നത് ആരാണ്? ഇവിടെ ഈ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ഈ രാജ്യത്തൊരു മുഖ്യമന്ത്രി ഉണ്ടോ? എന്താണ് ഈ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ജനങ്ങളോട് പറയാനുള്ളത്, സർവീസ് പെൻഷൻകാരോട് പറയാനുള്ളത് എന്ന് ആദ്യമായി ചോദിക്കുകയാണ്. കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചത് ഇന്നും ഇന്നലെയുമല്ല.
2019 11ാം ശമ്പള ഈ കേരള ഭരണകേന്ദ്രത്തിന്റെ മുമ്പിൽ നമ്മൾ നടത്തുന്ന ഒരു പരിപാടിയാണ് ഇത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നമ്മെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.